അപ്പന്റെ മടി കയറിക്കാൻ അവിടെ നീങ്ങിയിരിക്കടാ. ഫോണിനോണ്ടല്ലോ പാട്ടെടുത്ത് വെച്ച് പാടാൻ. ഫോണില് പാട്ടിട്ടാ പോരെ? അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല. നീ ഒരു പാട്ടെടുത്ത് വെച്ച് പാടിക്കേ. സമയാമത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ. ആരെങ്കിലും മരിച്ചാളെ ഈ പാട്ടോടെ? രാവിലെ ഈ പാട്ടാ പാടണം. വേറെ പാട്ടെടുത്ത് വെച്ച് പാടാ. വേറെ പാട്ടെടുത്ത് ഗൂഗിളിൽ നോക്കി അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി. ശാലൻ രാജൻ വരുന്നൊരു തൊടി ദേശമെന്ന് മുടങ്ങിടുന്നു. ശോധന മതി 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 മതി. നീ എവിടെ പോണേ? ബൈബിള് ആയിടാ. അത്യാവശ്യമോ? ബാത്റൂം പോണോ? ബൈബിൾ ആയിടാ. അപ്പമാരി ബൈബിള് എനിക്ക് വായിക്കാൻ പറ്റില്ല. നീ വായിച്ചാൽ മതി. അതല്ല ബൈബിള് വായിക്കാൻ പറ്റുന്നത് കണ്ണൂടാ. കണ്ണൂടാ. നിനക്ക് വായിക്കാൻ പറ്റില്ലേ? അമ്മയ്ക്ക് വായിക്കാൻ പറ്റൂലേ? എന്റെ കണ്ണിൽ കണ്ണാടിയില്ല. വായിടാ. കണ്ണിലാണ് കണ്ണാടി വെക്കാളാ. വായിക്കാൻ വാച്ച് പഠിക്കാതെ. യഹോവയുടെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയ പുൽപ്പുറങ്ങളിൽ അവനെടുത്ത് സ്വസ്ഥമുള്ള വെള്ളത്തിനെയും നടത്തുന്നു. എന്റെ പ്രാണനെ തണുപ്പിക്കുന്നു. തിരുനാഥം തന്നെ നീതിപാതകൾ നടന്നു. കൂരുത്താവ് നടന്നാൽ എന്നൊരു അടുത്ത ഫക്കില നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. എന്റെ സർക്കിളൊക്കെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തല എണ്ണ കൊണ്ട് ആവശ്യം നീ എന്റെ പ്രാണാർത്ഥം നന്മ കണ്ട എന്റെ ആശ്മലൊക്കെ എന്നെ കാലപത്തിക്കും. എവിടെ പോകണം? പ്രാർത്ഥിച്ചിട്ട് പോവാം. പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. കുടുംബനാഥം പ്രാർത്ഥിക്കും. കുടുംബനാഥം മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. അത് ബാക്കിയുള്ളവരെന്തിനും ഉറങ്ങുമോ? തലയിരിക്കുമ്പോ പാലാടാൻ പറ്റൂല. എന്നാ നീ പാല് ഇരുന്നിട്ട് തലയാണ് ഇന്ന് പ്രാർത്ഥിക്കടാ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, അമ്മയപ്പൻ എന്നെയും കാക്കണെന്ന് പ്രാർത്ഥിക്കുന്നേ. ആമേ. പ്രാർത്ഥിക്കണോന്നൂടാ. ഇന്ന് പ്രാർത്ഥിക്കണോന്നൂടാ. നേരെ പ്രാർത്ഥിക്കും. പരിശുദ്ധനായ പിതാവേ, നമ്മളെല്ലാവരും കാക്കണെന്ന് അപ്പനെയും അമ്മയും കാക്കണേ പ്രാർത്ഥിക്കുന്നേ. ആമേ. ഇതിനൊക്കെ ആര് മടക്കി എടുത്ത് മടക്കി നീക്കിയടാ. പ്രാർത്ഥന എടുത്ത് മാറ്റി മാറ്റിട്ട് പോടാ. എടുത്ത് മാറ്റിട്ട് പോ. ഹലോ ഹലോ ഡേ ഹലോ. എന്താ എന്നെ ഫോൺ വിളിച്ചെടുക്കാത്ത? ഫോണില് കോള് വന്നില്ലളിയാ. എന്നെ അടുത്ത് തറയടി. നീ അങ്ങനെ ചെയ്യണേ. ഓ ഓ നീ എവിടാ? ഞാൻ എന്റെ വീട്ടിന്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. ഞാൻ പറഞ്ഞു പിന്നെ കയറവാ. എവിടെ? ആദ്യം നമ്മൾ കൺവിൻസ്ഡ് അടിക്കുന്നത്. ആരെങ്കിലും പറയാം. അതല്ലേ പറഞ്ഞ കമ്പൈൻ സ്റ്റഡിക്ക് പോണെന്ന്. നീ മാറിയില്ല രണ്ട്. അമ്മയുടെ അടുത്ത് പല പ്രാവശ്യം അല്ലേ എന്നെ മാത്തുക്കുട്ടി മാത്തുക്കുട്ടി എന്ന് വിളിക്കല്ലെന്ന്. മൈ നെയിം ഈസ് മാത്യു. കാൾ മീ മാത്യു. ആരാണ്? തിരിച്ചു വിളിക്കണോ? എപ്പോഴും ഫോണിലോട്ട് അങ്ങ് ഇരുന്നേച്ചാ.
പള്ളിപ്പണിക്ക് എന്തിനായി ബ്രദറെ പാസ്റ്ററെ? പള്ളിയുടെ ബാക്കിൽ രണ്ട് പിള്ളേർ വെച്ചിട്ടുണ്ട്. പള്ളിയിലെ വിശ്വാസികളൊക്കെ എങ്ങനെ? അവര് പള്ളിയുടെ ബാക്കിൽ വന്നിട്ട് എന്നും ഉറങ്ങി തട്ടയില്ലേ, ബ്രദർ ഇങ്ങനെ കാണില്ലേ? കാണണം, അത് കുഴപ്പമില്ല, നമ്മൾ ഉറങ്ങിയില്ലേ? ബ്രദർ ഇങ്ങനെ ഉറങ്ങിയാതെയാ വല്ലപ്പോഴും പാടി ആരാധിക്കണം. പാസ്റ്റർ ആരാധിക്കാനല്ലേ നമ്മള് കഴിഞ്ഞില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പോകണം. അതൊക്കെ എങ്ങനെയൊക്കെ പോണം, ദിവസം അയച്ചൊക്കെ പോണം. പിന്നെ സുഖങ്ങളൊക്കെ തന്നെ. സുഖം തന്നെയാ. പിന്നെ മക്കളൊക്കെ എവിടെ? മക്കളിത് കളിക്കാൻ പോയിരിക്കും. എവിടെയും കാണാനില്ല, പള്ളി വരത്തില്ല. ബൈബിൾ വായിക്കില്ല, പ്രാർത്ഥിക്കൂല, ഒന്നും അനുസരിക്കില്ല. പള്ളിയിൽ പോയി കഴിക്കും, എന്തെങ്കിലും പറഞ്ഞ് വിലക്കണം. അവ ഇവിടെ നിന്ന് രാവിലെ ഇറങ്ങി, നേരത്തെ പ്രാർത്ഥിച്ചില്ല, ബൈബിൾ വായിച്ചു. എനിക്കൊന്ന് കാണണം അവനെ. മാത്തുക്കുട്ടിയല്ലോ മാട്ടുക്കുട്ടി വാടാ. നീ എന്തിപ്പോ പള്ളിയിലൊന്നും കാണക്കില്ല, എന്ത് വരാത്ത? സമയം കിട്ടാത്തോണ്ട് ടൈം കിട്ടല്ലേ. അതെന്ത്? സ്കൂളിലൊക്കെ പോണ? സ്കൂളിലല്ലേ, കോളേജിൽ. കോളേജിൽ പോയിട്ട് വല്ലതും പഠിച്ചാ? വല്ലതുമല്ല, എന്തെങ്കിലുമൊക്കെ പഠിക്കും. സൺഡേ സ്കൂളൊക്കെ പഠിക്കണോ? ഇല്ല ഇല്ല, പള്ളി വരാതെ എങ്ങനെ പഠിക്കണം? പിന്നെ വലിയ പഠിക്കില്ലെന്ന് പറഞ്ഞാ. നീ ഇനി രാവിലെ എന്നും പള്ളിയിൽ വരണം. ഓ നീ സ്വർഗത്തിൽ പോവോ? ഓ അപ്പനും അമ്മയും വിശ്വാസമില്ലേ, പിന്നെ നമ്മൾ പോകത്തില്ല. അതെങ്ങനെ? അതൊക്കെ പോകും. നീ ഇനി മുതൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം. അത് കഴിഞ്ഞ് സൺഡേ സ്കൂളുണ്ട്, സൺഡേ സ്കൂൾ കഴിഞ്ഞ് കഞ്ഞിയൊക്കെ ഉണ്ട്, കഞ്ഞി കുടിച്ചിട്ട് വീട്ടിൽ പോകുള്ളൂ. കേട്ടല്ലേ? ഇപ്പോഴും കുഞ്ഞ പപ്പടം തന്നെ. പൂഞ്ഞപ്പഴം ചായ മാങ്ങാച്ചാറ് നാളെ കിട്ടും, എല്ലാവരും ഉണ്ട് എന്നും പറഞ്ഞു. കേട്ടല്ലേ? നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണൊക്കെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, പ്രാർത്ഥന കേട്ട ആമേൻ. അമ്മയുടെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞ ഈ പാസ് വരുമ്പോ ഇങ്ങനെ ചാടല്ലോ. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പരിശുദ്ധാത്മ വരുമ്പോ നമ്മളിങ്ങനെ ആരാധിക്കും. അത് പാസ്റ്ററിന് മുമ്പിൽ മാത്രം എൻ്റെ പള്ളിയിൽ ഇങ്ങനെ ആരാധിക്കില്ല, വല്ലപ്പോഴും പള്ളി വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. അത് തന്നെ അമ്മേരിക്കുന്ന അടുത്ത് മാത്രം ഒരു കുഴിയുള്ളത്. അത് അങ്ങനെയാണ്, ആരാധിക്കുമ്പോൾ നമ്മൾ മതിമറന്ന് ആരാധിക്കും. എന്തൊന്നും പൊട്ടണമെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോഴേ പഴയ പള്ളിയാണ്, പള്ളി ഇടിച്ചിടാൻ പോവല്ലേ പള്ളിയിൽ. നിനക്ക് അതിൽ കൂടുതൽ വാചകം കടിക്കേണ്ട. നീ ഇനിയെങ്കിലും പരിശുദ്ധാത്മാ പ്രാർത്ഥിച്ച് സ്നാനപ്പെട്ട് പള്ളി വന്നിരുന്ന് ആരാധിക്കാൻ നോക്കും. നീ സ്തോത്രം.
സാറിനെ വിളിച്ചു നോക്കാം. എടുക്കണമില്ല. സുമേഷിനെ വിളിക്കാം. ഹലോ ഹലോ. അതിന്റെ പപ്പനെ അമ്മേനെ കണ്ടാ? ഇല്ല, എന്റെ പപ്പയും അമ്മയെ കാണാനില്ല. എവിടെ പോയത് രാവിലെ? അവര് സ്വർഗത്തിൽ പോയതാണെന്തോ, എനിക്ക് അറിഞ്ഞൂടാ. നമ്മള് പോയില്ലല്ല. നമ്മള് ദൈവത്തോട് പ്രാർത്ഥിക്കാത്തോടെ നമ്മളെ ദൈവം വിളിച്ചില്ല. നമ്മളിനി നരകത്തിലേക്ക് വിളിച്ചോണ്ട് പോണത്. വെക്കട്ടാ? ഓ ശരി. എണീടാ മാധുട്ടി അങ്ങോട്ട്. രാവിലെ ഇറങ്ങുന്നവൻ. എന്തിനാ കിടന്ന് കളിക്കുന്നേ? എന്തിനാ കിടന്ന് കളിക്കുന്നേ നീ? രാവിലെ ഒരു സ്വപ്നം കണ്ട്. എന്താ സ്വപ്നം? നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോകണം, നമ്മളിവിടെ ഭൂമിയിലുള്ളത്. ഏതാ ഇവൻ ഈ സ്വപ്നം കണ്ടത്? നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നയോ നരകത്തിൽ പോകുന്നയോ? ഇനിയെങ്കിലും നിനക്ക് വിവരം വെക്കട്ടെ. ഇനിയെങ്കിലും പള്ളി വന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് ദൈവത്തെ അറിയാൻ നോക്കാം. അപ്പൊ നീയെങ്കിലും സ്വർഗത്തിൽ പോകും. നിങ്ങൾ ഇവിടെ കണ്ട സ്വപ്നം വെറുമൊരു സ്വപ്നമല്ല, നാളെ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. നമുക്കും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ.